ഞങ്ങളുടെ ലഞ്ചിനുള്ള വിഭവങ്ങളാണ് ഇത്. ഇത് കണ്ടോ, മത്തി കഴുകി കണ്ടിച്ചു വെച്ചിരിക്കുന്നതാണ് കഷ്ണങ്ങളാക്കി. ഇത് അതിന് വേണ്ടിയിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചു വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, കക്കായ ഇറച്ചി കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കക്കായ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ബീൻസ്, ക്യാരറ്റ് തോരന് വേണ്ടിയിട്ടുള്ള സവോളയെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് മീനിനുള്ള ചട്ടി, മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുത്ത് വെച്ചേക്കുന്നു. ഇത് കുറച്ച് കരിയാപ്പില ഉണ്ടോ, നല്ല ഫ്രഷ് കരിയാപ്പിലയാണ്. ഇത് കരിയാപ്പയെന്ന് പറിച്ചതാ. മുളക് ഇട്ടത് വെക്കാനായിട്ട് ആദ്യം ചട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഉലുവായിട്ട് പൊട്ടിച്ചിട്ട് കടുകിട്ടു. അത് കഴിഞ്ഞ് കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ചതച്ചതോടെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുടംപുളി, ഉപ്പും ഇട്ട് കുറച്ച് കരിയാപ്പില ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മുളക് പൊടി എല്ലാം ഇട്ട് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. മുളക്, മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. ഇതിപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാൻ പോവുക. നമ്മുടെ മീൻ മുളകിട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടാലോ. ഇതൊന്ന് ചുറ്റിച്ചു വെക്കണം. ചോറ് അടുപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. വേവായിട്ടുണ്ട്. ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ടത് ഞങ്ങൾ ഇച്ചിരി ക്യാരറ്റും ബീൻസും കൂടെ തോരൻ വെക്കുക കേട്ടോ. അതിനുള്ള ഉള്ളി, വെളുത്തുള്ളി, കുഞ്ഞി ഉള്ളി ഇതെല്ലാം തൊലി കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് നോക്കിക്കേ, ഇന്ന് ഞങ്ങൾ ലഞ്ചിനെ ഇത് കണ്ടോ നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തി മുളകിട്ട് കറി വെക്കുകയാണ്. പിന്നെ ഇത് കണ്ടോ, കക്കായ ഇറച്ചി. എല്ലായിടത്തും ഇവിടെ ഞങ്ങൾ കക്കായ ഇറച്ചി എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല കാൽസ്യം ഒത്തിരിയുള്ള ഒരു ഫുഡാണിത്. ഇത് ഓമന ഉണ്ട്, 2 ചട്ടി മേടിച്ചുകൊണ്ട് വന്നേ കടയിൽ പോയി. കാണിച്ചു തരാം. ഇത് കൂടുതൽ മീൻ വെക്കാൻ, ഇത് കുറച്ച് മീൻ വെക്കാൻ. മീൻ തേക്കുന്ന കാലം ചട്ടിക്കലം. മനസ്സിലായവല്ലോ? മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി. ഒന്ന് മീൻ തേക്കുന്നത്. ഇത് ചെറിയ മീനൊക്കെ തേക്കാൻ അല്ലേ? അങ്ങനെ കട അതൊക്കെ പോയി മേടിച്ചോണ്ട് വന്നാണ്. പിന്നെ എല്ലാം കിട്ടുമോ? തുണി അലക്കി കൊണ്ടുപോയി ഒന്ന് വെയിലത്തിട്ടാലോ. ഭയങ്കര വെയിലാ കേട്ടോ. എന്നാ വെയിലാന്ന് കണ്ടോ. ഭയങ്കര വെയിലാ, ഭയങ്കര വെയില്. കക്കയിറച്ചി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ മൂപ്പിക്കാം. എണ്ണയ്ക്കകത്തേക്ക് ഇച്ചിരി കടുക് ഇടുവാണ്. ഇറച്ചിക്കുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇച്ചിരി പച്ചമുളക് ഇടാം. ഇനി ഇച്ചിരി ഇഞ്ചി ഇടാം. വെളുത്തുള്ളിയോടെ ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ഇച്ചിരി കടുക് ഇട്ടായിരുന്നു, അതാദ്യം പറയാൻ മറന്നുപോയി. ഇനി ഇച്ചിരി സവോള ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂട്ടായിരുന്നു. അതേ സവോള ഇട്ടു.
ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിച്ചതുകൂടി ഇടാം. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റാം. ഇതെല്ലാം മൂപ്പിച്ചെടുക്കണേ. ഇനി ആദ്യം വറുത്ത് വെച്ച തേങ്ങാക്കൊത്തില്ല, അതും കൂടെ ഇട്ടു. ഇനി ഇത് കക്കായിറച്ചി ഇടുവാണേ. ഉപ്പ് കൂടി ഇടാം, ഉപ്പ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് പൊത്തി വെച്ചേ. ഇനി അതിൻ്റെ അത് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇച്ചിരി വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഇതിനി ആവിക്കകത്തിരുന്ന് വെന്തോളും. ഇത് കണ്ട 2 സീതപ്പഴം ഉണ്ടേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സീതപ്പഴം എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് കമന്റ് ചെയ്യണേ. ഇത് നമുക്കൊന്ന് പൊളിച്ച് കഴിച്ചാലോ? രുചി കാണിക്കട്ടെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പഴം. ഇതിൻ്റെ ഇത് കണ്ടോ, ഈ കറുത്ത് കാണുന്നത് അതതിൻ്റെ കുരുവാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ കുരു എടുത്ത് കളയണം. കക്കായിറച്ചിക്കകത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില ഇടാം. ഫ്രഷ് കരിയാപ്പിലയാണ്. ഇതിൻ്റെ അകത്ത് മസാലപ്പൊടി ഇട്ടതായിരുന്നു കേട്ടോ. മസാലപ്പൊടി കൂടെ ആഡ് ചെയ്തായിരുന്നേ. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റി ഇളക്കിയെടുക്കാം. ഇതുണ്ടോ, വേറെ ശരിക്കും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, മൂത്തിട്ടുണ്ട് ഇത്. നമ്മൾ ആദ്യമേ അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും കൂടെ കേട്ടോ, അത് തോരൻ വെക്കാൻ അരിഞ്ഞു വെച്ചത്. അത് അടുപ്പേ വെച്ച് അത് വേവായിട്ടുണ്ട്. കക്കായിറച്ചി റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ലഞ്ച് റെഡിയായേ. ഇത് മീൻ മുളകിട്ടത്, ഇത് കക്കായിറച്ചി ഉലർത്തിയത്, ബീൻസും ക്യാരറ്റും കൂടെ തോരൻ, ഇത് ചോറ് വെച്ചേക്കുന്നു. ഇത് ഇച്ചിരി തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോറ് വിളമ്പുകയാണ്. അതിൻ്റെ കൂടെ ഇനി കറി, മത്തി മുളക് കറി. അതിൻ്റെ കളറ് കണ്ടോ, നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുള്ള സമയമാണിപ്പോൾ മീനിന്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മീനിന്. അടുത്തതായിട്ട് കക്കായിറച്ചി. കാൽസ്യം റിച്ച് ഫുഡാണ് കക്കായിറച്ചി. ഇനി തോരൻ കറി, ബീൻസും ക്യാരറ്റും കൂടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ച് കഴിച്ചു. നല്ല കറിയൊക്കെ കൂട്ടി. മീൻകറി, കക്കായിറച്ചി, തോരൻ,